തിരുവനന്തപുരം ഇടക്കോട് മുക്കുന്നിമലക്ക് സമീപം താമസിക്കുന്ന അംബിക. 40-കാരിയായ അംബിക ഇപ്പോൾ സ്റ്റീറോയിഡ് രോഗിയാണ്. 5 വർഷം മുമ്പാണ് അംബികയ്ക്ക് രോഗലക്ഷണം ആരംഭിക്കുന്നത്. മുക്കുന്നിമലയിൽ ഖനനം ചെയ്ത പാറകളുമായി നൂറുകണക്കിന് ലോറികളാണ് അംബികയുടെ ഈ വീടിന് മുന്നിലൂടെ പോയിക്കൊണ്ടിരുന്നത്. വണ്ടികളിൽ നിന്ന് പുറത്തേക്ക് പടർന്ന പൊടിപടലങ്ങളാണ് ഒരു മാരക രോഗിയായി അംബികയെ മാറ്റിയത്. ഈ പൊടി വന്നതിന് ശേഷമാണ് അസുഖം തുടങ്ങിയത്. അസുഖം തുടങ്ങിയിട്ട് 5.5 വർഷമായി. മെയിനായിട്ട് പൊടിയാണ്. പൊടി കാരണമാണ് ഞങ്ങൾ ഈ നെറ്റൊക്കെ വലിച്ചു കെട്ടിയത്. എന്നിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനൊരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയായിരുന്നു, അതിപ്പോൾ പൂട്ടി. ഇതുപോലെ നിരവധി പേർ മാരക രോഗങ്ങൾ ബാധിച്ച് ഇവിടെ കഴിയുന്നു. ഇടക്കോടെത്തി മുക്കുന്നിമലയിലേക്കൊന്ന് നോക്കിയാൽ മതി പാറഖനനത്തിന്റെ ക്രൂരത മനസ്സിലാവാൻ. പച്ചപിടിച്ച മലകൾ ഇന്ന് കാണാനാവില്ല. പകരം ഇടിച്ചു നിരത്തി ചാരനിറത്തിലുള്ള ചെറിയ കുന്നുകൾ. കഴിഞ്ഞ 30 വർഷത്തിനിടെ 20 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ മലയുടെ 1/4 ഭാഗവും ഇല്ലാതായിരിക്കുന്നു. അവസാനമായി ലൈസൻസ് കൊടുക്കേണ്ടുന്ന അതോറിറ്റി പ്രാദേശിക സർക്കാരായ പഞ്ചായത്തുകളാണ്. പഞ്ചായത്തുകൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ലൈസൻസുകൾ ഒരു കൺഫർമേഷൻ പോലും ഇല്ലാതെയാണ് ഖനനത്തിന് വേണ്ടി നൽകുന്നത്. എൻവയോൺമെൻറ്റൽ സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ക്വാറിക്കുമില്ല. 60ഓളം വലിയ ക്വാറികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മെട്രോ, കണ്ണന്താനം തുടങ്ങിയ വൻകിട ക്വാറി മാഫിയകളുടേതാണ് മിക്കവയും. നാട്ടുകാരിൽ ചിലർക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞാണ് പഞ്ചായത്തും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ പകൽ കൊള്ളക്ക് കൂട്ടുനിൽക്കുന്നത്. കൺമുന്നിൽ ഒരു മല ഇല്ലാതാവുകയാണ്. നിയമങ്ങളും നിയമപാലകരും നോക്കുകുത്തികൾ. ക്യാമറമാൻ നിതിൻ ഗോപിയോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.